സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ ബ്രോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങളിതിൽ കണ്ടതുപോലെ തന്നെ വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യാമെന്നുള്ളൊരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ നടു റോട്ടിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അവരുടെ റീൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് റോഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇത് കാണുന്നത്. അപ്പോൾ രണ്ടാളുകൾ ചീത്ത പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ അതിന് ന്യായീകരണമായിട്ട് ദാസേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്തും എന്താണ് റീച്ചിന് വേണ്ടി എന്ത് തോന്നിയവാസം ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രേണു, അതുപോലെ തന്നെ കൂടെ ദാസേട്ടൻ എന്നുള്ള ആ വ്യക്തി. അവർ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് റീച്ച് വേണം എന്നൊരു വാശി പോലെയാണ് ഇവരുടെ ആ ഒരു ഇതെന്ന് ഓരോ വീഡിയോസൊന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്, ദാസേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കും. ചങ്കട നമസ്കാരം. ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ. ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച്. ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിൽ ഉള്ള രണ്ടുപേരും ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ്. അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാണോ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ മാസം 16-ാം തീയതി രാവിലെ 7 മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആൽബമാണത്. അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. രാവിലെ 7 മണിക്ക് മുമ്പ് എടുത്തൊരു സീനാണത്. അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസേട്ടൻ കോഴിക്കോട് രേണു സുധി വെറുതെ പറയാണ്. ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണ് എന്ന് ചോദിക്കുന്നത്. അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ചങ്കുകളെ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പറയേണ്ടത് രാവിലെ 7 മണിക്ക് എടുത്ത സീനാണത്. പക്ഷേ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ സൈഡിൽ കൂടെ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട്. 7 മണിക്ക് എടുത്ത ഒരു സീനാണെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. ആ സൈഡിൽ മൊത്തം ഭയങ്കര ബ്ലോക്കായ രീതിയിലാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയണമെന്ന് മനസ്സിലായില്ല. ഇവർ എന്ത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ട് റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു ഇതിലെത്തിയിരിക്കുന്നത്. എന്തായാലും ഞാൻ കുറച്ച് കമൻസുകൾ വായിച്ചു തരാം. അതിൽ വന്ന കുറേ കമൻസുകളുണ്ട്. പുള്ളിക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്, ഒരുപാട് പേര് നെഗറ്റീവ്സ്, സപ്പോർട്ടിനേക്കാളും കൂടുതലും നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവ് വന്നാലും ഒന്നും ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പ്രതികരിക്കുന്നത്. എന്തായാലും ഞാൻ ആ കമൻസുകൾ കുറച്ച് വായിച്ചു തരാം കേട്ടോ. സിനിമയിൽ ദുൽഖർ സൽമാൻ്റെയോ ഉണ്ണിമുഖത്തിൻ്റെയോ ടോവിനോയുടെയോ നായികയായി കയറി പറ്റാൻ സമ്മതിക്കൂല അല്ലേ എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കമൻറ്റാണ്, ഒരു നേരം അവരുടെ ഭക്ഷണത്തിന് വഴി കാണിച്ചിട്ട് അവരെ കുറ്റം പറയാം, അതല്ലേ ശരിയെന്ന്. ഭക്ഷണത്തിന് ആണെങ്കിൽ പല വഴികളും ഉണ്ട്, അല്ലാതെ ഇങ്ങനെ മാനം വിറ്റ് ജീവിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചിട്ട് പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പണം ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടാക്കാം, അല്ലാതെ ഇങ്ങനെയുള്ളൊരു ഇതിൽ മാത്രമേ പണം ഉണ്ടാകുള്ളൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെ ഈ മുതലിനെ പൊതുശല്യമായി പ്രഖ്യാപിക്കണം, അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അമിതമായി പുട്ടി വർക്ക് ചെയ്യുന്നത് നിയമപരമായി തെറ്റല്ലെന്ന് MVD ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്തതിനെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ സുധിയേട്ടൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇറക്കി ചേച്ചി എന്ന് പറയുന്നുണ്ട്. വീഡിയോ അങ്ങ് കാച്ചിയെന്ന് പറഞ്ഞിട്ട്, ജീവിക്കാൻ ഓരോരുത്തർ ഓരോ വഴി തിരഞ്ഞെടുക്കുന്നു, ബട്ട് അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ആകരുത്, സത്യമാണ്. ഇപ്പം ബാക്കി എല്ലാവരും മാന്യന്മാരായല്ലോ എന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും മാന്യന്മാരായല്ലോ എന്ന്. പിന്നെ ഒരു കമൻറ്റ് എങ്ങനെയാണ്, എനിക്ക് ജീവിക്കാൻ കാശ് വേണം, നിങ്ങൾ തരും എന്ന് ചോദിച്ചാൽ അതിനെ ഇങ്ങനത്തെ രീതിയാണോ മാർഗം? നിനക്ക് വേറെ എത്ര ജോലി കിട്ടും? അതൊന്നും നോക്കാതെ കെട്ടിപ്പിടിച്ച് നടക്കുന്നു, നിന്നെല്ലാം കാണിച്ചു നടക്കുന്നു. ഇത് സുധീഷിന് സ്നേഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ എന്ന് ഒരു കമൻ്റ് ഉണ്ട്. പിന്നെ ഒരു കമൻറ്റ് എങ്ങനെയാണ്, അങ്ങ് നൈജീരിയയിൽ ഇതുപോലുള്ള അങ്ങനെ അത് തെറി വാക്കുകളാണ്, അത് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു കമൻറ്റ്, സുധിച്ചേട്ടൻ എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി, ഇവൾ എന്താ നേടുന്നത്? ഒരു സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വെറുപ്പായി. റീൽസ് എല്ലാം നല്ലതാണ്, ബട്ട് സ്വന്തം നിലയ്ക്ക് അനുസരിച്ച് വേണം എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. തുറന്നാൽ ഈ മക്കളുടെ ആറാട്ട് മാത്രമേ ഉള്ളൂ, അതിടുന്ന പോസ്റ്റ്മാനെ തെറി വിളിക്കാത്തത് അത് അയാളുടെ ജീവിത ആയതിനാലാണ്. മോന്ത കണ്ടാൽ ആടുമുള്ളാൻ നിൽക്കുന്ന പോലെയാണ് ശവം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബോഡി ഷെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇവർ ചെയ്യുന്ന രീതികളെ എതിർക്കുന്നു, അല്ലാതെ ബോഡി ഷെയിമൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആറാട്ടണ്ണനും ജാമ്യത്തിൽ വിട്ടിട്ട് പകരം ഈ രണ്ട് എന്താണ് തെറിവാക്കാണ് അകത്തിടുക എന്ന് പറയുന്നുണ്ട്. ഇതിനെയൊക്കെ പബ്ലിക് വേസ്റ്റായി പ്രഖ്യാപിക്കാമോ എന്ന് കൊടുക്കുന്നുണ്ട് വേറൊരു കമൻറ്റ്. അല്പന് കുട കിട്ടിയാൽ അർദ്ധരാത്രിയിൽ പിടിക്കും ഒരു പഴഞ്ചൊല്ല് എന്ന് പറയുന്നുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ സുധിയേട്ടൻ എങ്ങനെ ആരെയും വെറുപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സുധിയുടെ പേര് കളഞ്ഞു എന്നൊരു കമൻ്റ് ഉണ്ട്.
പിന്നെ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്, ഞാൻ ഒറ്റ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു, നിൻ്റെ കെട്ടിയവനെ മറന്ന് നീ കളിക്കരുത്, എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സുധിയേട്ടൻ മറന്നു, ഞാൻ ഒന്നും ചെയ്യില്ല എന്ന്. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊരു കമൻറ്റ്. മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ്, അവളുടെ തോന്നിവാസം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മരിച്ചുപോയ മനുഷ്യൻ്റെ പേരിലാണ് ഇവൾ ഈ കാണിച്ചു കൂട്ടുന്നത്, എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ആ പാവം മനുഷ്യൻ മരിച്ചതോടെ ഒരുപാട് സഹായങ്ങൾ കിട്ടി, വീട് എന്ന സ്വപ്നം ആ മനുഷ്യൻ പോയതോടെ അതും കിട്ടി. ജോലിക്ക് പോകാതെ പൈസ ഉണ്ടാക്കാൻ ഉള്ള വഴി ഇത് തന്നെ എന്ന് മനസ്സിലാക്കി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള രീതിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. സുധി ചേട്ടൻ്റെ ഭാര്യ എന്ന ലേബൽ ഒന്ന് മാറ്റിയാൽ മതി, രേണു എന്ന സ്ത്രീ എന്തും കാണിക്കട്ടെ, അത് അവരുടെ ഇഷ്ടം, അതിന് ചികിത്സയില്ല, ഇവർക്കും ജീവിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അവർക്കും ജീവിക്കണം, ജീവിക്കാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും ഉണ്ട്, ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ വേറൊരു കമൻറ്റ്, നാഷണൽ ഹൈവേയിൽ വെച്ച് ഒരു റീൽ എടുക്കാൻ പറയണമെന്ന് പറയുന്നുണ്ട്. വല്ല ലോഡ്ജിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് ഒരു കമൻറ്റ്. സുധിയുടെ പേര് കളയാൻ വേണ്ടി ജനിച്ചവൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കമൻറ്റ് എങ്ങനെയാണ്, അവരുടെ തോന്നിവാസം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരു കാര്യം ചോദിക്കട്ടെ, ആ മരിച്ചുപോയ മനുഷ്യൻ്റെ പേരിലാണ് ഇവൾ ഈ കാണിച്ചു കൂട്ടുന്നത്, എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ആ പാവം മനുഷ്യൻ മരിച്ചതോടെ ഒരുപാട് സഹായങ്ങൾ കിട്ടി, വീട് എന്ന സ്വപ്നം ആ മനുഷ്യൻ പോയതോടെ അതും കിട്ടി, ജോലിക്ക് പോകാതെ പൈസ ഉണ്ടാക്കാനുള്ള വഴി ഇത് തന്നെ എന്ന് മനസ്സിലാക്കി ഒരിക്കലും ഒരാളും സപ്പോർട്ട് ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ, വളരെ മോശം, വേശികൾക്ക് പോലും ഇതിലേറെ അന്തസ്സുണ്ട് എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇവൾക്ക് ഇപ്പോൾ കെട്ടി നിന്നിരുന്ന കഴപ്പ് മുഴുവൻ പുറത്ത് എടുക്കുക, അവൻ ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്നും നടക്കില്ലായിരുന്നു, ശവം എന്ന് പറയുന്നുണ്ട്. കളിച്ച് ഹൈവേയിലോട്ട് ഇറങ്ങി കളിക്കുന്നു രണ്ട് തെറിയനട്ടാ, അവന് ചെവിക്കുറ്റിക്ക് പൊട്ടിക്കാൻ ആരും ഇവിടെ ഇല്ലായിരുന്നോ ചോദിക്കുന്നുണ്ട്. ഭയങ്കരം തന്നെയെന്നൊരു. പിന്നെ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്, ഒന്നെങ്കിൽ നീ സുധിയേട്ടനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ നിനക്ക് ജീവിക്കണം എന്ന രീതിയിൽ മുന്നോട്ട് പോവുക. ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരാൾ ഒപ്പം ആണെന്ന് ഉള്ളത് വ്യക്തമായി പറയുക. ഇപ്പോൾ പിന്നെ വേറെ ഒരു കമൻറ്റ് ഇനി വരില്ല, എന്നാൽ നീ ആരാണെന്ന് വ്യക്തമായിട്ട് ഫേസ്ബുക്കിലുള്ള ആൾക്കാർക്ക് വ്യക്തമാക്കിയിട്ട് മനസ്സിലാവും, അപ്പോൾ പിന്നെ നിനക്ക് നെഗറ്റീവ് മൈൻഡ് ഒരാൾ അയക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കമൻറ്റ്, അങ്ങനെയുള്ളൊക്കെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എന്തായാലും വേറൊരു ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് ആളുകൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കും. എത്ര പ്രായം പറഞ്ഞു? 32. എന്നിട്ട് പറയുന്ന അമ്മച്ചി കിളവി തള്ള കമന്റ്സ് അങ്ങനെ എലി പല്ലി എന്തോ പല്ലിയോ. മറ്റേ എനിക്ക് എന്നെ ഒരു ഫേസ്ബുക്കിൽ എങ്ങാണ്ട് ഇങ്ങനെ കൊണ്ടൊരു സാധനം ഇട്ടിട്ട് എന്റെ അമ്മ എന്തോ അത് എനിക്കൊന്നും കണ്ട സങ്കടമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മറ്റേ ഈ സൈക്കോ പോലെ ഇപ്പൊ നെഗറ്റീവ് കേട്ടാ ഇങ്ങനെ ഉള്ളിൽ സന്തോഷം വരും. എന്താന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പൊ എങ്ങനെയാന്നറിയോ, ഓ നെഗറ്റീവ് അതായിട്ടോ ഇപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ഇട്ടോളൂ സൈക്കോ ആയി മാറി. 32 മങ്ക സുധിച്ചേട്ടന്റെ മകമായിരുന്നു. പിന്നെ പ്രേമലേഖന അതിങ്ങനെ ഓരോ ഇൻസ്റ്റയില് വരുന്നതാണ്. ആഗ്രഹമുണ്ടോ എന്നോട്? ഇല്ലില്ല. അല്ലല്ല, രേണുവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹം അങ്ങനെയൊക്കെ വരും. ഇനി കളിയാക്കുന്നതാണെന്ന് അറിയാം, എന്തായാലും വരും. ഒരു ജീവിതം മെഹർ തരാം, അതൊക്കെ പബ്ലിക്കായിട്ട് കമന്റ് ഇടുക. അതൊക്കെ തരാന്നൊക്കെ പറഞ്ഞു ഒരു ജീവിതം തരാമെന്നൊക്കെ രസമല്ലേ അതൊക്കെ. റിപ്ലൈ കൊടുക്കാമെന്നില്ല. ചിലത് ചിരിച്ചങ്ങ് വിടും. ഈ കാവ്യാത്മകമായിട്ട് വരികളൊക്കെ എഴുതിയിടാറുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് ഒരൊറ്റ വാക്കിലല്ലാണ്ട് എന്തെങ്കിലും തരത്തില്? ചിലതൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. അവരുടെ മറ്റേ പൂജ റൂം മുറിക്കകത്ത് ഫോട്ടോ വെച്ചിട്ട് ആരാധിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ വന്നിട്ടുണ്ട്. പുള്ളി അങ്ങനെ എനിക്കറിയത്തില്ല, അതിങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ അയക്കും. എന്റെ ഫോട്ടോസ് ആണ് പുള്ളി DP ഇട്ടേക്കുന്നത്. ഞാനോട് പിന്നെ കളിയാക്കാൻ പക്ഷെ അല്ല ദേവി അമ്മയുടെ ഞാൻ എന്തോ അപ്പം എനിക്കറിയത്തില്ല. അവര് എറണാകുളമാണെന്ന് തോന്നുന്നു, ഡീറ്റെയിൽ എനിക്കറിയത്തില്ല. എനിക്കറിയില്ല. എനിക്ക് വന്ന വിഷു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടാണ് ദേവി എന്നാന്നറിയില്ല. അങ്ങനെ അത് കമന്റ് വരും, അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടും. ഈ ലക്ഷ്മി നക്ഷത്രയുടെ ഫോട്ടോ നെഞ്ചത്ത് കുത്തിയിട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതെനിക്ക് പണ്ട് സ്റ്റാർ മാജിക്കിൽ വെച്ച് കണ്ടിട്ടുണ്ട്. വേറെ പേജ് കണ്ടായിരുന്നു, പിന്നെ രേണു സുധി സ്ലേവ് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെ ഞാൻ പറഞ്ഞേ, അത് തന്നെ അടിമ. അത് ഭയങ്കര മെസ്സേജ് അയക്കും. അതിങ്ങനെ ദേവിയാണ് അമ്മയാണ് ഫോട്ടോ വെച്ച് ഞാൻ ആരാധിക്കും എന്നൊക്കെ പറയും. ഞാനതൊക്കെ ചുമ്മാ കോസ്റ്റ്യൂം മാറും കേട്ടോ. അയ്യോ അത് പാവം നമ്മൾ അത് എന്തേലും പറയട്ടെ. 6 മണി 5:30 ഇത് നാടൻ പാട്ടാണോ?
നാടൻ പാട്ട് നാടൻ പാട്ട് പോലത്തെ ഒരു ആൽബം. നല്ല രസം അത് കേൾക്കാൻ. പിന്നെ എന്തോ ഈ പറയാൻ ഇഷ്ടമാണോ? കോസ്റ്റ്യൂം അവിടെ നിന്ന് അറിയേ കോസ്റ്റ്യൂം അങ്ങോട്ടാണ് എവിടെയൊക്കെ. നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ മണിച്ചേട്ടൻ അല്ലേ? അതെ, മണിച്ചേട്ടൻ. പാവങ്ങളാണേ. മണിച്ചേട്ടന്റെ ഏറ്റവും എപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ട് ഏതെങ്കിലും ഓർമ്മ വരുന്ന പറയാമോ? ചാലക്കുടി ചന്ദ്രൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല, പറയുന്നവർ പറയട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. അതെന്തായാലും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അതുപോലെ ഒരുപാട് കല്യാണ ആലോചനകൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല. നമ്മളും ഒരുപാട് ഇതൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ കളിയാക്കി പിടിക്കുകയൊന്നും ചെയ്യല്ല. പക്ഷേ ഇങ്ങനെയും റീൽസ് എടുത്ത് എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കലിലൂടെ എങ്ങനെയും ആക്റ്റീവായിട്ട് എന്ത് ഇതാണല്ലേ കിട്ടുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇവളുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നുന്നുണ്ട് നമുക്ക്. അവൾക്ക് ആ പ്രശ്നമില്ല, അവൾ സൈക്കോ ആയി, അവളെ സ്വയം പറയണം ഞാൻ സൈക്കോ ആയി, എനിക്കിതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്തൊരു ഇതാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ കേട്ടിട്ടും ഒരു പ്രശ്നമില്ലേ എന്നുള്ള രീതിയിൽ. നമ്മളും വീഡിയോ ചെയ്യുന്നതിന് പല നെഗറ്റീവ്സും വരാറുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാറില്ല. അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് എന്താണ് പബ്ലിക്കിൽ ഫേമസ് ആയാൽ മതി, നെഗറ്റീവ് ആയാലും ശരി എന്തായാലും ശരി എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ്റെ പോക്ക്. അതിന് പിന്നെ ഇനി ബാക്കിയുള്ളവരെന്തും പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരി ആ ഒരു ലെവലിൽ മാത്രമേ പോകുള്ളൂ. ആരുടെ ഉപദേശവും കേൾക്കില്ല, ആര് പറഞ്ഞാലും അത് കൈക്കൊള്ളാനും പോകുന്നില്ല, ചെവിക്കൊള്ളാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ പുള്ളിക്കാരി ആ ഒരു ലെവലിൽ തന്നെ പോകുള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണുന്നു തോന്നുമ്പോൾ പലരും കമൻറ്റുകളിലൂടെ പറയാറുണ്ട് അവൾ ഭർത്താവ് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള തോന്നിവാസത്തിനുണ്ട്, ഭർത്താവിൻ്റെ ലേബലിൽ അവൾ ഫേമസ് ആകാൻ നോക്കുകയാണ്, എവിടെയും സുധിയുടെ പേര് പറയും, സുധിയുടെ പേര് പറഞ്ഞിട്ട് എല്ലാവിടെയും ഫേമസ് ആവാൻ നോക്കുക എന്നുള്ള രീതിയിലാണ് പല കമൻസും കാര്യങ്ങളും വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പോക്ക് അത്ര ശരിയായിട്ട് എനിക്കും തോന്നുന്നില്ല. ഇതൊക്കെ എവിടം വരെ എത്തുമെന്നും അറിയില്ല. അപ്പോൾ ദാസേട്ടൻ്റെ കൂടെയാണ് കൂടുതലും റീൽസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. അത് നടു റോട്ടിൽ പബ്ലിക്കിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ ആരാണെങ്കിലും പ്രതികരിക്കും. അതിനെതിരെ എന്തോ കേസും വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ഒരുപാട് പേര് അത് റിയാക്ട് ചെയ്തതുകൊണ്ട് അതിനെതിരെ കേസും വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സുധിയുടെ ഈ പോക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. പുള്ളിക്കാരി എന്ത് ന്യായീകരണം പറഞ്ഞിട്ട് വന്നാലും അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.